സ്വർഗീയ അഗ്നി, ഹെവൻലി ഫയർ, ഹെവൻലി ഫയർ. നമുക്ക് ആശ്രയിക്കാനൊരു നാമമുണ്ട്, എല്ലാ നാമത്തിനും മേലായ നാമം, അന്ധകാരത്തിന്റെ തലയെ തകർത്തവന്റെ നാമം. പ്രാർത്ഥിച്ചപ്പോ എന്തോ പോകുന്ന പോലെ യേശുവിനെ കണ്ടു. ക്രിയാറ്റിൻ എത്ര ഉണ്ടായിരുന്നു? 10.6. ക്രിയാറ്റിൻ എത്ര ഉണ്ട്? 0.66. 0. ഇപ്പൊ ഉച്ചത്തിലുള്ള സൗണ്ടുകൾ എനിക്ക് കേൾക്കാം. ഈ കണ്ണ് അടച്ചു പിടിച്ചിട്ട് നോക്കി കാണാൻ പറ്റുന്നു. നേരത്തെ കാണത്തില്ല. ഇല്ല, നേരെ കാണുന്നു മങ്ങലായിരിക്കുമായിരുന്നു. ഇപ്പൊ നന്നായിട്ട് കാണുന്നുണ്ട്. നന്നായി കാണുന്നു. ഒരാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചാലും നിൽക്കാൻ പറ്റത്തില്ല, എഴുന്നേൽപ്പിച്ചാലും നിൽക്കത്തില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ദൈവത്തിൻ്റെ അത്ഭുതം. ഇപ്പോഴും ഈ കണ്ണടച്ച് പോകും തിരുമേനിക്കുന്നപ്പോൾ കാണാം. എത്ര നാളായിട്ട് നടക്കാൻ പറ്റത്തില്ല? 20 വർഷമായിട്ട് ഒരാളുടെ സഹായം വേണം. 20 വർഷമായിട്ട് ഒരാളുടെ സഹായത്തോടു കൂടി മാത്രമേ നടക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. ഇപ്പൊ ആരും പിടിക്കാതെ നടക്കാൻ പറ്റും. എന്തോ എന്റെ ദേഹത്തുനിന്ന് പോകുന്ന പോലെ. അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചവന്റെ അധികാരം ഒരു പള്ളിക്കകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല. എത്ര വർഷമായിട്ട് ഇങ്ങനെ തളർന്ന് 5 വർഷം നടക്കാൻ പറ്റത്തില്ല? നടന്നേ. ഇന്ന് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്കും അതിന് കഴിയണം. പൗലോസ് പറഞ്ഞ എന്താ? ഞങ്ങളിൽ മരണവും എന്ന് പറഞ്ഞേ, നിങ്ങളിൽ ജീവനും. മറന്നില്ലല്ലോ? ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. യേശു ക്രൂശ് ചുമന്നതുപോലെ, യേശു കഷ്ടം സഹിച്ചതുപോലെ, യേശു കാൽവറിയിലേക്കുള്ള യാത്രയിൽ ചാട്ടവാർ അടി കൊണ്ടതുപോലെ, കാൽവറിയിൽ 3 ആണികളിൽ തറയ്ക്കപ്പെട്ടതുപോലെ നമ്മിലും ഇതൊക്കെ സംഭവിച്ചാലേ ജീവൻ വെളിപ്പെടൂ എന്നാണോ ഇതിൻ്റെ അർത്ഥം? എന്താ പറയുന്നത് നിങ്ങൾ? അല്ല പ്രിയമുള്ളവരെ, അതല്ല അതിൻ്റെ ആശയം. അതിൻ്റെ ആശയം പൗലോസ് പറയുന്ന ദൂത് ഇങ്ങനെയാണ്: യേശുക്രിസ്തു ഇങ്ങനെ പീഡകൾ അനുഭവിച്ച് മരിച്ചത് നമ്മിൽ, അതായത് മനുഷ്യരിൽ ദൈവജീവൻ വരുവാൻ വേണ്ടിയാണ്. അതാണ് ക്രൂശ് മരണത്തിൻ്റെ റിസൾട്ട്. യേശുക്രിസ്തു എന്ന പെസഹ കുഞ്ഞാട് അതിനു വേണ്ടിയാണ് അറുക്കപ്പെട്ടത്. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത് മൂലം, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത പെസഹ കുഞ്ഞാടിനെ അറുത്തത് കൊണ്ട് അവർക്ക് എന്തൊക്കെ കിട്ടി? ആർക്കെങ്കിലും പറയാമോ? സംഹാരദൂതൻ അവർ വഹിച്ചിരുന്ന അടിമത്വം അതവരിൽ നിന്ന് വിട്ടുപോയി. പിന്നെ ചെങ്കടൽ കടക്കാൻ അവർക്ക് കഴിഞ്ഞു. എന്തൊക്കെയാ? അടിമത്വം അവരിൽ നിന്ന് വിട്ടുപോയി. ചെങ്കടൽ കടന്ന് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ മന്ന അനുഭവിക്കുകയും കനാൻ അനുഭവിക്കുകയും ചെയ്തതുപോലെ യേശുക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ പാപക്ഷമ നടക്കുകയും ശാപത്തിൽ നിന്നും സകല പൈശാചിക ബന്ധനത്തിൽ നിന്നും നമുക്ക് വിടുതൽ പ്രാപിക്കുവാനുള്ള ശക്തിയും തന്നു. ഹല്ലേലൂയ. അപ്പം ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിച്ചേർന്ന്. എത്ര പേരുണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്ന്? യേശുക്രിസ്തു ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു. എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലായല്ലോ. എന്തിനാ? തട്ടുകടയെ നടത്തി ലാഭം ഉണ്ടാക്കാനാണ്. അത് വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞു. എന്തിനാ? എന്തൊക്കെയാണെന്നാ പറഞ്ഞേ? നമ്മുടെ പാപത്തിൻ്റെ ക്ഷമ നടന്നു. ഏതൊക്കെ പാപത്തിൻ്റെ ക്ഷമയാണ് നടന്നത്? ഇന്നലെ ചെയ്തതും ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാൻ പോകുന്നതുമായ എല്ലാ പാപത്തിൻ്റെയും ക്ഷമ ഉണ്ടായി. പിന്നെ കാലാകാലങ്ങളായി നാം പേറിക്കൊണ്ട് നടന്ന ചില ശാപങ്ങളുണ്ട്. ആ ശാപത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിച്ചു. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് യേശു വന്നത്.
അങ്ങനെയെങ്കിൽ ആ പ്രവൃത്തി തികയ്ക്കാൻ, അതിനെ പൂർത്തീകരിക്കാൻ ആണ് എന്നെയും നിങ്ങളെയും ദൈവമാക്കിയിരിക്കുന്നത്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അതേ പ്രിയമുള്ളവരെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ശാപത്തിൽ നിന്നും പൈശാചിക ബന്ധനത്തിൽ നിന്നും നാം വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് യേശു കാൽവരിയുടെ കൊലക്കളത്തിൽ പരമയാഗമായത്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ യേശുവിൻ്റെ മരണമാണ് എനിക്ക് നിങ്ങൾക്കും ഉപകരിച്ചത്. ഇന്നത്തെ ശുശ്രൂഷയിൽ പൗലോസ് കാണിച്ചു തന്ന അതേ ജീവൻ നമ്മുടെ ഉള്ളിലുണ്ടെന്നും നമ്മുടെ ഉള്ളിൽ ആ ദൈവജീവൻ വന്നുവെന്നും ഇന്ന് നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ, ജാതീയ കെട്ടുപാടുകളിൽ നിന്ന്, ജാതീയ ചിന്തകളിൽ നിന്ന്, സമുദായ ചിന്തകളിൽ നിന്ന്, ഇന്ന സഭയിലെ അംഗമാണ് ഞാനെന്നുള്ള ആ സഭാചിന്തകളിൽ നിന്ന് ഒരു ഉയർന്ന ചിന്ത നമ്മിലേക്ക് പരിവർത്തിക്കുകയും അതുവഴിയായി അനേകരെ ദൈവത്തിൻ്റെ ജീവനിലേക്ക് ആദായപ്പെടുത്തുവാൻ കഴിയുന്ന ഒരവസ്ഥയിൽ നാം ആയിത്തീരുകയും ചെയ്യും. അപ്പം നാം മാത്രം വെടിവെക്കപ്പെടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. പിന്നെ എന്താ? ഇവിടെ ഇന്നൊരു വ്യക്തിയിൽ നിന്ന് പിശാച് ഇറങ്ങിപ്പോയാൽ ആ വ്യക്തിയിലൂടെ അനേകർ വിടുവിക്കപ്പെടണം. യേശുക്രിസ്തുവിൽ സംഭവിച്ച മരണം എന്തിനാണെന്നറിയാൻ ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് നിങ്ങൾക്കും ഇടയാകണം. യേശുക്രിസ്തുവിൻ്റെ മരണം എന്തിനാണെന്നറിയുവാൻ നമ്മുടെ ഹൃദയ കണ്ണുകൾ ഇന്ന് പ്രകാശിക്കണം. ഇവിടെ പറയുന്ന 4:13 പറയുന്ന ഒരു വിലപ്പെട്ട കാര്യമാണ്, ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ എന്താണ് സംഭവിക്കുന്നുള്ള തിരിച്ചറിവ് പൗലോസിനുണ്ടായി. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്നതും അവർ തിരിച്ചു പറയുന്നതുമായ ചില കാര്യങ്ങളുണ്ട്. ശിഷ്യന്മാർ പറഞ്ഞു, യേശുവേ, നീ ഉപമകളായി അവരോട് സംസാരിക്കുന്ന. ആരോട് ഉപമകളായി സംസാരിച്ച യേശു? പുരുഷാരത്തോട്. അവിടെ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് ചെന്ന് ഇരിക്കുകയായിരുന്നു. പുരുഷാരവും അടുത്തുണ്ടായിരുന്നു. പുരുഷാരത്തോട് യേശു ഉപമകളായി സംസാരിച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ആ ഉപമകളാണ്, ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. 4 സ്ഥലത്ത് ആ വിത്ത് വീണു. ഏതൊക്കെ സ്ഥലത്താ? നല്ല നിലം, 2 വഴിയരികിൽ വീണു, 3 മുള്ളിനിടയിൽ വീണു, 4 പാറ സ്ഥലത്ത് വീണു. പുരുഷാരം അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് യേശുവിൻ്റെ അടുത്ത് വന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നു, നീ ഉപമകളാൽ അവരോട് സംസാരിക്കുന്നത് എന്താണ്? യേശു പറയുന്നു, അവർക്ക് ഉപമകൾ കൊണ്ട് മാത്രം കേൾക്കാനും മനസ്സിലാക്കാനുള്ള റേഞ്ചേ അവർക്കുള്ളൂ. എന്താ? ഉപമകൾ പറഞ്ഞു കൊടുത്താലേ ഈ പാവപ്പെട്ട പുരുഷാരത്തിന് മനസ്സിലാകുകയുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള റേഞ്ച് മാത്രമേ അവർക്കുള്ളൂ. അവരുടെ ആത്മീയ നിലവാരം അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കോ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ കേൾപ്പാൻ വരം ലഭിച്ചിരിക്കുന്നു. ആ മരണത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ശക്തമായ വെളിപ്പാട്, യേശുവിൻ്റെ മരണത്തിൽ കൂടെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കേണ്ട, മാനവരാശിക്ക് സംഭവിക്കേണ്ട ചില മാറ്റങ്ങൾ, ആ അത്യന്ത ഘനത്തെ പത്രോസിനങ്ങോട്ട് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ശിഷ്യന്മാരുടെ പ്രധാനി. മറുവശത്ത് പൗലോസ് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ മരണം ഞങ്ങളിലിരിക്കുകയാണ്, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ മരണം വിശ്വസിക്കുകയാണ്. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ജീവൻ തരാൻ, നിങ്ങൾക്ക് ജീവൻ തരാൻ. മരിച്ചു കിടക്കുന്ന ജഡമായിരിക്കുന്ന നിങ്ങൾക്ക് ജീവൻ തരുവാൻ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള പൗലോസിന് ചില വെളിപ്പാടുകൾ ലഭിച്ചു. മറ്റുള്ളവരിൽ ജീവൻ വ്യാപരിക്കാൻ കാരണമായി ആയതാണ് ഇതെന്ന് പൗലോസ് പറയുമ്പോൾ, ഇതാ ഇവിടെ ശിഷ്യന്മാരുടെ നേതാവിന് യേശുക്രിസ്തുവിൻ്റെ മരണത്തെ ഗ്രഹിക്കാൻ കഴിയാത്ത അവസ്ഥ. യേശു എന്താ ചെയ്തത്? ആരാ കൂടെ എന്തെങ്കിലും പറഞ്ഞത്? ശിഷ്യന്മാരുടെ നേതാവ്. 16-ാം അധ്യായത്തിൻ്റെ 23 അവിടെ പറയുന്നു, അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനേ, നീ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നതെന്ന് പറഞ്ഞു. 5-6 വർഷമായിട്ട് ഞാനിവിടെ ദൈവവചനം പറയുക. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിനെ സാത്താനെന്നൊന്ന് വിളിച്ചാൽ ആ സെക്കൻഡ് ഇവിടെ നിന്ന് കൂടും കുടുക്കി എടുത്തോണ്ടിറങ്ങും.
ഇല്ലേ? അങ്ങനെ ഇറങ്ങിപ്പോയ ഒരുപാട് ആളുകളുണ്ടല്ലോ. ചക്കരെ, പൊന്നെ, മുത്തേ, പഞ്ചാര എന്നൊക്കെ വിളിച്ചായിരിക്കും. ഞാൻ പറഞ്ഞത് ശരിയാ. യേശു എന്താ പറഞ്ഞത്? സാത്താനേ, നീ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്ര കരുതുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെത് എന്താണ്? ദൈവത്തിൻ്റെതാണ് മരണം സംഭവിക്കുന്നു എന്നുള്ളത്. മനുഷ്യരുടേത് എന്താണ്? അവൻ മരിക്കരുത് എന്നുള്ളതാണ്. ഇന്നും ജീവിതത്തിൽ മരണത്തിന് തുല്യമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുമ്പോൾ നിങ്ങൾ ഓടിപ്പോകുന്ന ഒരു അനുഭവമില്ലേ? ദൈവത്തിൽ നകന്നു പോകുന്ന ഒരു അനുഭവമില്ലേ? യേശുക്രിസ്തുവിൻ്റെ മരണാനന്തരം സംഭവിക്കേണ്ട ചില വലിയ കാര്യങ്ങൾ, വലിയ ഘനത്തെ പത്രോസിന് അതുവരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു കാലത്ത് ദൈവമില്ലാതെ യേശുക്രിസ്തുവിനെതിരായി നിന്ന പൗലോസ് അതിനെ ഗ്രഹിച്ചു, അതിനെ മനസ്സിലാക്കി. യേശുക്രിസ്തുവിൻ്റെ മരണാനന്തരം നമുക്ക് 3 കാര്യങ്ങൾ ലഭിച്ചു. ഒന്നാമതായി, യേശുവിൻ്റെ മരണത്തിലൂടെ മാനവരാശിയുടെ പാപം പരിഹരിക്കപ്പെട്ടു. യേശുവിൻ്റെ ഉയർപ്പിലൂടെ നമുക്ക് പുതുജനനം അല്ലെങ്കിൽ നിത്യജീവൻ കിട്ടി. മൂന്നാമതായി, യേശുവിൻ്റെ സ്വർഗാരോഹണത്തിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവെന്ന ദാനത്തെ കിട്ടി. പരിശുദ്ധാത്മാവിനെ നമുക്ക് സൗജന്യമായി ലഭിച്ചു. പൗലോസ് ഇത്രയും ആഴമായ കാര്യങ്ങൾ പറയുമ്പോൾ യേശുവിൻ്റെ മരണം തങ്ങളിൽ കൈമാറ്റം ചെയ്ത ജീവനെക്കുറിച്ച് അവന് പരിശുദ്ധാത്മാവിലൂടെ വലിയ ബോധ്യമുണ്ടായി. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് ഞാൻ 4 ദിവസത്തോളം ടോയ്ലറ്റിൽ പോകുമ്പോൾ കംപ്ലീറ്റ് ബ്ലഡായിരുന്നു. ഞാൻ മനഃപൂർവ്വമായിട്ട് ഹോസ്പിറ്റലിൽ പോയില്ല. അങ്ങനെ തിരുമേനി 4ാമത്തെ ദിവസമാണ് ഞാൻ തിരുമേനിയോട് പറയുന്നത് ഈ വിഷയം. അപ്പോൾ തന്നെ തിരുമേനി ടെലിഫോണിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ വിടുതൽ. അതാ ഇന്ന് വരെ പിന്നെ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഞാൻ ഈ ഹെവൻലി ഫയർ അറിയുന്നത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന മാധ്യമങ്ങളിൽ കൂടിയായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. ഞാനൊരു ഓസ്ട്രേലിയൻ സിറ്റിസണാണ്. ഞാൻ മെൽബണിലാണ് താമസിക്കുന്നത്. ഞാൻ 2007 സെപ്റ്റംബറിൽ എൻ്റെ വലത് സൈഡ് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയിട്ട് 1 വർഷം കിടന്നു. അതിനുശേഷം ചെറുക എഴുന്നേറ്റ് നടന്നു. അത് വർഷങ്ങളോളം എടുത്തു. അത് ഒരുമാതിരി സുഖമായിട്ട് വന്നപ്പോൾ എനിക്കെൻ്റെ വലത് കൈ പൊക്കാനൊക്കാത്തൊരവസ്ഥയുണ്ടായി. അങ്ങനെ വേദന ശരിയായിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. ഈ നഴ്സസൊക്കെ ഇവിടെ കാണുമായിരിക്കും. ഞാൻ അന്ന് കഴിക്കുന്ന മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിക്കോണ്ടിൻ 20 mg, എൻഡോണ്, വോൾട്ടാറിൻ, ഇതൊക്കെയായിരുന്നു എനിക്ക് തരുന്ന മരുന്നുകളെന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം ഈ മരുന്നൊക്കെ എക്സാമ്പിൾ ഒരു എൻഡോണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ 5 mg ഒരു ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അന്ന് ഫുൾ ഫ്ലാറ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ ഈ 3 മരുന്നുകൂടെ കോമ്പിനേഷൻ കഴിച്ചു കഴിഞ്ഞാലും ഞാൻ ഏകദേശം 1 മാസത്തോളം ഞാൻ ഒരുപോലെ കണ്ണുപോലും അടച്ചിട്ടില്ല. കാരണം അത്രമാത്രം എനിക്ക് വേദനയായിരുന്നു. അങ്ങനെ 2013 തൊട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ദിവസം പോലും കരയാത്ത ദിവസമില്ല. ഞാൻ സത്യത്തിൽ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് മരണത്തെക്കുറിച്ചൊക്കെ. കാര്യം അത്ര വേദനയാണ്. പിന്നെ പലപ്പോഴും തിരുമേനിയെ വിളിച്ച് സംസാരിക്കുമായിരുന്നു, തിരുമേനി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അതായത് 2017 ഏപ്രിൽ 12-നാണ് ഞാൻ നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്നു. 13-ാം തീയതി തിരുമേനിയെ പോയി കണ്ടു. 14-ാം തീയതി പെസഹ വ്യാഴാഴ്ച തിരുമേനിയുടെ കൂടെ അവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ദുഃഖവെള്ളിയാഴ്ച തിരുമേനിയുടെ കൂടെ പങ്കെടുത്തു. ഈസ്റ്ററിൻ്റെ പ്രോഗ്രാം തിരുമേനിയുടെ കൂടെ പങ്കെടുത്തു. ഈസ്റ്റർ നാളിൽ തിരുമേനി എൻ്റെ വീട്ടിൽ വന്നിരുന്നു. തിരുമേനി എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പുറകോട്ട് വീണു.
വീണതുപോലെ ഞാൻ എഴുന്നേറ്റ് പോന്നു. എന്നാൽ തിങ്കളാഴ്ച രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ വേദനയോ ഇതൊക്കെ എവിടോട്ട് പോയെന്ന് പോലും എനിക്കറിയത്തില്ല. അത്രമാത്രം ദൈവത്തിൻ്റെ ഒരു വലിയ ശക്തി ഹെവൻലി ഫയറിൽ കൂടി തിരുമേനിയിൽ കൂടി അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. എൻ്റെ പേര് സാജൻ എന്നാണ്. എൻ്റെ വീട് നൂർനാടാണ്. ഞാനിപ്പോൾ കുറച്ച് നാളത്തേക്ക് കൊച്ചിയിൽ താമസിക്കുന്നു. പ്രാർത്ഥിച്ച തിരുമേനിക്കും ഹെവൻലി ഫയറിൻ്റെ എന്നോടുള്ള പ്രാർത്ഥനാ സഹായങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും തിരുമേനിയോടൊപ്പം ആയിരിക്കാൻ ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഈ എഴുന്നേക്കാൻ പറ്റാത്ത വേദന നിറഞ്ഞ ഒരു അനുഭവത്തിലാണ് പ്രാർത്ഥനയ്ക്കായിട്ട് വന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓസ്ട്രേലിയ ഈ സ്വർഗീയഗ്നി ശുശ്രൂഷയുടെ പടി പോലും കാണത്തില്ലായിരുന്നു. ഞാൻ ആക്ച്വലി സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ആദ്യമൊന്നും ഞാൻ അത്ര വിശ്വസിച്ചിട്ടില്ല. പിന്നെ ഞാനിത് കാണാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകളെ പോലും എനിക്ക് വിശ്വസിക്കാനൊക്കെ ഒന്നുമില്ല. ഞാനിത് വെള്ളി, ശനി, ഞായർ ഈ ദിവസം 3 ദിവസം ഈ ഹെവൻലി ഫയറിൻ്റെ പ്രോഗ്രാം കാണാനായിട്ട് ഞാൻ മാറ്റി വെക്കുമായിരുന്നു. അങ്ങനെ ഈ 3 ദിവസം ഞാൻ എങ്ങും പോവില്ല. ഈ പ്രോഗ്രാം വെള്ളി, ശനി, ഞായർ കാണും. അങ്ങനെ കണ്ടതിന് ശേഷം ഞാൻ നാട്ടിൽ വരാൻ തീരുമാനിച്ചു. നാട്ടിൽ വരാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ചെയ്ത ആദ്യത്തെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്നെ പരിപൂർണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചു. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു. വെള്ളി, ശനി, ഞായർ തിരുമേനിയോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് കൊച്ചിയിലൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ 4 ദിവസം വർക്ക് ചെയ്യുക. 4 ദിവസം എൻ്റെ സ്വന്തം കാര്യത്തിനും 3 ദിവസം ദൈവത്തിന് വേണ്ടി. അങ്ങനെ ഞാൻ വേർതിരിച്ചാണ് സത്യത്തിൽ ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നത്. എനിക്കിവിടെ 5 വർഷക്കാലം എനിക്കിവിടെ നിൽക്കാം, അതിനുശേഷം തിരിച്ചു പോകണം. എന്തായാലും 3-4 ദിവസമായിട്ട് ശക്തമായ ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിങ് ആയിട്ട് എന്താ ഡോക്ടറെ കാണുന്നില്ലെന്ന് ചിന്തിച്ച്? സത്യത്തിൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഈ ബ്ലഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാൻസറോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഗതിയാണെന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടറിൽ കൂടി അറിയണ്ട എന്ന് കരുതിയാണ് സത്യത്തിൽ ഞാൻ പോകാതിരുന്നത്. 4-ാമത്തെ ദിവസം ഫോണിൽ കൂടെയാണല്ലോ പ്രാർത്ഥിച്ച പെട്ടെന്ന് തന്നെ ഇന്ന് വരെ ഒരു പ്രശ്നമില്ലായിരുന്നു. ദൈവം സാജന് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും വിടുതലുമായി വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട സ്ഥാനത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ സംബന്ധിച്ചപ്പോൾ ആ ശരീരത്തിന് ലഭിച്ച പൂർണ്ണമായ വിടുതൽ. ഒരുപാട് കാര്യങ്ങൾ എനിക്കൊന്ന് പറയാനുണ്ട്. അതിൽ ഓരോ ദിവസങ്ങളും കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ ശക്തി ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ശുശ്രൂഷയിൽ ഭാഗഭാക്കാകാനായിട്ട് കഴിഞ്ഞത്. കൊടുത്ത എല്ലാ വിടുതലുമായി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ആത്മസ്വരൂപ ആനന്ദരൂപ ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീഥികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. അഴലുകളെല്ലാം അകറ്റി ഞങ്ങളെ
ഞങ്ങളെ അകതാരു ശുദ്ധമായി തീർത്തിടേണേ. അഴലുകളെല്ലാം അകറ്റി ഞങ്ങളെ അകതാരു ശുദ്ധമായി തീർത്തിടേണേ. അനുപമ സ്നേഹത്തിൻ ഈരടി പാടുവാൻ വികലനാഥാവരമരുൾക നാഥാവരമരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീഥികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. എന്താ പേരെന്താ? എന്റെ പേര് അമ്പിളി. എവിടുന്നാ വരുന്നേ? ഞാൻ ഇവിടെ താമസിക്കുന്നതാണ്. ഇവിടെ കൊണ്ടുവന്നതാ. എന്താ അനുഭവപ്പെട്ടെ? എന്റെ ദേഹത്തിന് വലിയൊരു വെള്ള വെളിച്ചം വന്നടിച്ചു. ഒരു കറുത്ത രൂപം ഇറങ്ങിപ്പോയെന്നായിട്ട് എനിക്ക് തോന്നി. യേശുവേ, എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നോ? ഇല്ല. കറുത്ത രൂപം പോയി. പോയി. എത്ര വലിയ വെളിച്ചം വന്നേ? വലിയൊരു വെളിച്ചം വന്ന് എന്റെ മുഖത്തോട്ട് അടിച്ചു. യേശുവേ, യേശുവേ, എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. എൻ്റെ യേശു അപ്പച്ചനെ കണ്ടു. എനിക്ക് വളരെ സന്തോഷമായി. എങ്ങനെ കണ്ടേ? എങ്ങനെ രൂപം? ആകാശത്തുനിന്ന് വരുന്നു വെള്ള വസ്ത്രം വെച്ചു. എൻ്റെ യേശു അപ്പച്ചനെ കണ്ടു. മകളെ, നിനക്ക് സമാധാനം. ഇന്ന് നിനക്ക് സമാധാനം. പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് നല്ല നിഷ്കളങ്കനായ മനുഷ്യനെ. പക്ഷെങ്കിൽ പുള്ളി എനിക്കറിയാം. പക്ഷെങ്കിൽ ഞാൻ എന്നും എന്തെങ്കിലും എന്നോട് പറഞ്ഞു തരുമ്പോൾ വഴക്ക് പറയത്തക്ക രീതിയിൽ എൻ്റെ നാവിൽ നിന്ന് വരുമായിരുന്നു. ആ ബന്ധനം പൂർണ്ണമായും വിട്ടു മാറിയെന്ന് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. എന്താ അനുഭവപ്പെട്ടെ? കണ്ണിൽ കൂടെ പ്രകാശം വലിച്ച് കണ്ണിലോട്ട് വന്ന് പ്രാവിന്റെ രൂപം കണ്ണിലോട്ട് പറന്നു വരുന്നതായിട്ട് തോന്നി. എവിടുന്നാ വരുന്നത്? എന്താ പേരെന്താ? ജിലിൻ. ആ പ്രാവിന് എന്ത് കളറായിരുന്നു? വെള്ള കളർ. എന്തായാലും ഒരു വലിയ അനുഭവം നിനക്കുണ്ടായി. എന്താ സന്തോഷമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നെങ്കിൽ ആ ശക്തി അനുഭവിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കണം. അതിനായിട്ട് പ്രാർത്ഥിക്കാൻ വേണം. ഒന്നുകൂടെ കണ്ണടച്ച മോനെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യാം. പരിശുദ്ധാത്മാവെ, അഗ്നിയായി അഭിഷേകമായി നിന്റെ മകൻ വ്യാപരിക്കണമേ. എന്താ മോളെ അനുഭവപ്പെട്ടെ? വെളിച്ചം പ്രകാശം കണ്ടു. ദൈവശക്തി വ്യാപരിക്കട്ടെ. എന്താ മോനെ അനുഭവപ്പെട്ടെ? എനിക്ക് മൂക്കിന്ന് ഏതാണ്ട് പോകുന്നോട്ട്. മൂക്കി പല്ല് വിളിച്ചാന്നോ? അല്ല, അലർജിയാണോ? എന്തോ അലർജി ആയിരുന്നു? മൂക്കിന്റെ. എത്ര നാളായിട്ടുണ്ട്? 2 മാസം. ഇപ്പൊ അത് പോയോ? എങ്ങനെ മനസ്സിലായി പോയത്? മൂക്കിന്ന് ഏതാണ്ട് പോകുന്നോട്ട്. ഉറപ്പാ? കരുവത്തി ഹല്ലേലൂയ. എന്താ പേരെന്താ മോളെ? സോന. മല്ലപ്പള്ളി. എന്താ അനുഭവപ്പെട്ടെ? പ്രകാശം പോലെ കണ്ണിലൂടെ കയറി. എത്ര വലിയ പ്രകാശം? വലിയൊരു സൂര്യന്റെ പ്രകാശം പോലെ. സൂര്യന്റെ പ്രകാശം പോലെ ഒരു പ്രകാശം കണ്ണിലേക്ക് വന്നു. ഇപ്പം എന്താ തോന്നുന്നു? ഇപ്പം നല്ലൊരു സൗഖ്യം തോന്നുന്നു. ഹല്ലേലൂയ. എനിക്ക് ഈ വശത്തൂടെ ഒരു വെളിച്ചം ഇങ്ങനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിടന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ദേഹത്തൊരു പെരുപ്പ് പോലെ തോന്നി. പിന്നെ നെഞ്ചിനൊരു ഇടിപ്പും തോന്നി. എന്ത് വിഷയമായിട്ടാണ്? തിരുമേനി, എനിക്കില്ലാത്ത അസുഖമൊന്നുമില്ല. പിന്നെ എനിക്ക് ഷുഗറുണ്ട്, BP ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പിന്നെ എനിക്ക് സ്റ്റോണുണ്ട് ഗോൾ ബ്ലാഡറിൽ. പ്രാർത്ഥിച്ചപ്പോൾ എന്തെങ്കിലും അഴിഞ്ഞു പോയിട്ട് തോന്നിയോ? എന്തോ ഒരു വിറയൽ പോലെ എനിക്ക് തോന്നി, അല്ലാതെ അഴിഞ്ഞു പോകുന്നതായിട്ട്. ഒന്നുകൂടെ കണ്ണടച്ച് പാടിക്കേ. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളവനായ ഭാരം ഒഴിഞ്ഞു പോകുന്ന മാതിരി എൻ്റെ ദേഹത്ത്.
എന്തോ സോളി എന്നാ പേര്. എന്താ അനുഭവപ്പെട്ടെ? എന്തോ ഒരു ഭാരം ഒഴിഞ്ഞു പോകുന്ന മാതിരി. എന്തൊരു ഭാരം ഇറങ്ങിപ്പോകുന്നതായിട്ട് തോന്നി. കരമേത്തി ഹല്ലേലൂയ. എന്തോ ഹല്ലേ. എന്താ അനുഭവപ്പെട്ടെ? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഭർത്താവിനെ നോക്കാനുള്ള ശക്തി തരും. ഒരു കറുപ്പങ്ങ് മാറിപ്പോയി, ഒരു പ്രകാശം വന്നു. ഒരു കറുപ്പങ്ങ് മാറിപ്പോയി, ഒരു പ്രകാശം വന്നു. ഹസ്ബൻഡ് വന്നിട്ടുള്ള പുള്ളിയെ നോക്കാനുള്ള ശക്തി എനിക്ക്. കരമേത്തി ഹല്ലേലൂയ. എന്താ പേരെന്താ? രാജി. ഞാനിവിടെ തന്നെ. എന്താ പ്രാർത്ഥിച്ചപ്പോൾ അനുഭവപ്പെട്ടെ? ആദ്യം ഒരു ഇരുട്ടായിരുന്നു, അത് കഴിഞ്ഞൊരു പ്രകാശം പോലെ, അത് കഴിഞ്ഞ് കർത്താവ് ഇങ്ങനെ ആകാശത്ത് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ആ പ്രകാശം എന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്രകാശമായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ ചെറിയൊരു വെട്ടം പോലായിരുന്നു ആദ്യം, അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് കർത്താവിനെയാണ്. ഇപ്പം എന്തോ തോന്നുന്നു യേശുവിനെ അങ്ങനെ കണ്ടപ്പോൾ ഒരു വലിയ വെളിച്ചം? ആ വെളിച്ചം ശരീരത്തേക്ക് കടന്നു വന്നോ അതോ കണ്ടതേ ഉള്ളൂ? ശരീരത്തേക്ക് വന്നു, കണ്ട്. ഇപ്പം എന്തോ തോന്നുന്നു? ഇപ്പോൾ ഒത്തിരി ആശ്വാസം, സന്തോഷമാണോ? സന്തോഷം. കരമേത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട്. ഹല്ലേലൂയ. പേരെന്താ? പ്രിയങ്ക. എന്താ അനുഭവപ്പെട്ടെ രണ്ടാമത് പ്രാർത്ഥിച്ചപ്പോൾ? വെള്ളവെട്ടം. വെള്ളവെട്ടം. എത്ര വലിയ വെളിച്ചമായിരുന്നു? വലിയ വെട്ടം. അത് മുഖത്തോട് അടിച്ചു. ഇപ്പം എന്താ തോന്നുന്നു? തലേന്ന് പോയോ? തലേന്ന് എന്തോ ഇറങ്ങിപ്പോയ പോലെ തോന്നുന്നു. ഒരു വെള്ള, അത് കഴിഞ്ഞപ്പോഴൊരു വെള്ള വെളിച്ചം വന്നു ഇല്ലേ? കരങ്ങളെടുത്ത് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ആ മിടുക്കി. അഞ്ചു. എന്താ അനുഭവപ്പെട്ടെ? ഒരു വെളിച്ചം എങ്ങോട്ട് വന്നു? മുഖത്തോട്ട് വന്നു. എത്ര വലിയ വെളിച്ചോ? വലിയ വെളിച്ചം വന്നു. എന്തോ തോന്നി ഇപ്പം? എന്തോ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ പോലെ തോന്നുന്നു. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു നിനക്ക്? തലയ്ക്ക് ഭയങ്കര ഭാരം. തലയ്ക്ക് ഭയങ്കര ഭാരം. എത്ര നാളായിട്ടുണ്ടായിരുന്നു? കുറച്ച് നാളും കൊണ്ടുണ്ട്. കുറച്ചാളുണ്ട്. അതിപ്പോൾ ഇറങ്ങിപ്പോയി. ഇപ്പം എന്തോ സന്തോഷമാണ്? കരമേത്തി ഹല്ലേലൂയ. മറിച്ചിപ്പം ഒരു ഇരുട്ട് പോലെ വന്നു, ഇട്ടുപോലെ ഒന്നൊരു വെട്ടം വന്നു. പിന്നെ വെട്ടം വന്നു. എത്ര വലിയ വെളിച്ചം വന്നേ? വലിയ വെളിച്ചം. ഇരുട്ട് പോയി. ഈ കൈക്ക് വേദനയായിരുന്നു. എത്ര നാളായിട്ട് വേദനയായിരുന്നു? ഞാനിപ്പോൾ ഒരു 4-5 വർഷം കൊണ്ട് വേദനയായിരുന്നു. ഇപ്പൊ വേദന ഇല്ലയോ? വേദന കൈയടിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു. കൈയടിച്ചോണ്ടപ്പം കുഴപ്പമില്ല. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. വേദന കുറവുണ്ട്. 4 വർഷമായിട്ട് കൈക്കുണ്ടായിരുന്ന വേദന, കൈ പൊക്കാൻ പറ്റാത്ത സ്ഥാനത്ത് കർത്താവിൻ്റെ മഹാശക്തി കടന്നു വന്നപ്പോൾ ആ ഇരുട്ടിനെ നീക്കി വെളിച്ചം കടന്നു വന്ന് ആ വിടുതൽ കർത്താവ് നൽകി. ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.